നമസ്കാരം. റൊമാൻസ് ചാനലിൽ നിന്നും സബ്ന, കൂടെ ഞാൻ നിനുദാസ്. ഇന്ന് റൊമാൻസിനോടൊപ്പം ആധ്യാത്മിക പ്രഭാഷകനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ വ്യാസൻജിയാണ് നമ്മോടൊപ്പം വന്നിരിക്കുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിനമായ ഇന്ന് നരസിംഹമൂർത്തിയുടെ ജന്മദിനം കൂടിയാണ്. ഈ പുണ്യദിനത്തിലാണ് വ്യാസൻജിയെ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ആധ്യാത്മിക പാതയിലൂടെ അല്പനേരം സഞ്ചരിക്കാം. നമ്മള് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പള്ളൂർ ഇരട്ടപ്പിലാക്കൂലിൽ കുനിൽ ദേവസ്ഥാനത്തിൽ നരസിംഹ ജയന്തിയുടെ ഭാഗമായി നരസിംഹമൂർത്തിയെ പറ്റി പ്രഭാഷണം നടത്തുവാനായി നമ്മൾക്ക് ഏവർക്കും ഒരുപാട് ആചാരാനുഷ്ഠാനപരമായി ഒരുപാട് കാര്യങ്ങളും സംശയങ്ങളും നമുക്ക് പ്രഭാഷണങ്ങളിലൂടെ നമ്മുടെ മൊബൈലിലൂടെ എല്ലാവരും ഇന്ന് ആധുനിക ലോകത്ത് മൊബൈൽസിലും റീൽസിലും ഒത്തിരി കാര്യങ്ങൾ അതിലൂടെയാണ് ഞങ്ങളിപ്പോൾ അറിയുന്നത്. അപ്പോൾ റീൽസുകളിലൂടെയാണ് നമ്മൾക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയത്. പ്രത്യേകിച്ച് ഞാനിത് പറയാനുള്ള കാരണം, ഞാനൊരു പ്രവാസിയാണ്. അതായത് നമുക്ക് കിട്ടുന്ന അവസരം ഇതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളും മറ്റും നമ്മൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതുപോലുള്ള റീൽസ് കാണുമ്പോഴാണ് ഒരുപാട് മതങ്ങളിലും ദൈവങ്ങളെ പറ്റിയും ഒരുപാട് മിത്തുകളെ പറ്റി നമ്മൾ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രഭാഷണത്തിലൂടെയാണ്. അപ്പൊ അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തോട് നമുക്ക് വേണ്ടത്ര ചോദ്യങ്ങൾ, സംശയങ്ങൾ, നമ്മളിലും ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ചോദിക്കുവാനും നമുക്ക് നേരെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കുനിയിൽ ദേവസ്ഥാനത്ത് ഇന്ന് നരസിംഹമൂർത്തി ജയന്തി ആഘോഷിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെയും കണ്ട് അദ്ദേഹം പ്രഭാഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വൈശാഖ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വ്യാസൻജിയോട് വൈശാഖ മാസത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങളെ പറ്റി ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷം ഇവിടെ കുനിയിൽ ദേവസ്ഥാനത്ത് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് സമയം നിങ്ങളോടൊക്കെ സംസാരിക്കാനൊരു ഭാഗ്യം തന്ന ഗുരുവായൂരപ്പന് നന്ദി പറയുന്നു. ആദ്യം തന്നെ വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. വൈശാഖ മാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വൈഷ്ണവ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മത്തിൻ്റെ രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഗുരുവായൂരപ്പനെയാണ്, മഹാവിഷ്ണുവിനെയാണ്, നാരായണനെയാണ്. ആ നാരായണൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ ഒരു വൈശാഖം എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ വേറൊരു പേരൂടെ പറഞ്ഞ് അറിയപ്പെടും. അത് മാധവ മാസം എന്നാണ്. ഭഗവാൻ അത്രയും ഇഷ്ടപ്പെട്ട സമയമാണ് എന്നാണ് പറയുക. ഭഗവാന്റെ ചൈതന്യം വൈകുണ്ഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രസരിക്കുന്ന ഒരു സമയമാണ് വൈശാഖം എന്ന് പറയും. അതും ഭഗവാൻ മഹാലക്ഷ്മി സമേതനായിട്ട് ഈ സമയത്ത് ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വൈശാഖ മാസക്കാലത്ത് ഭഗവാനെ മാത്രം പൂജിക്കുന്ന രീതിയല്ല നമ്മൾ പിന്തുടരുന്നത്. ലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നാരായണ മൂർത്തിയെ പൂജിക്കുക ഈ സമയത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഭഗവാന്റെ ഈ ഒരു സമയത്തിൻ്റെ വിശേഷം, ഏറ്റവും അധികം ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ള സമയമാണ് വൈശാഖം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വൈശാഖ മാസത്തിലെ 3-ാമത്തെ തിഥി, അതിനെ തൃതീയ നമ്മൾ വിളിക്കും. ഈ വൈശാഖത്തിൽ തൃതീയ വരുന്നതുകൊണ്ട് അതിനെ വിശേഷമായിട്ട് നമ്മൾ അക്ഷയ തൃതീയ എന്നാണ് വിളിക്കുക. പൊതുവിൽ എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇന്ന് അക്ഷയ തൃതീയ സ്വർണത്തിന്റെ സമയാണെന്നാണ് എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വർണം വാങ്ങാനായിട്ട് നമുക്ക് പ്രത്യേക സമയത്തിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, അക്ഷയ തൃതീയയും സ്വർണമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അക്ഷയ തൃതീയ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവതാരങ്ങൾ ഉണ്ടായ സമയമാണ്. ഒന്ന്, ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടൻ, ഭഗവാനെ ജീവനോളം കണ്ടിരുന്ന ഒരു ഉണ്ണിയായിരുന്നു തൊട്ട് ഏതാണ്ട് ഒരു 10 വയസ്സ് വരെ ഭഗവാനെ എപ്പോഴും ചുമലിൽ കൊണ്ട് നടന്നിരുന്ന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടൻ സാക്ഷാൽ ബലരാമസ്വാമി, സംഘർഷണമൂർത്തിയുടെയും അനന്തൻ്റെയൊക്കെ അവതാരമായിട്ട്, ഭഗവാന്റെ തന്നെ അവതാരമായിട്ട് നമ്മൾ കണക്കാക്കുന്ന അനന്തമൂർത്തിയുടെ, അതായത് ബലരാമസ്വാമിയുടെ അവതാര ദിവസമാണ് നമ്മൾ അക്ഷയ തൃതീയ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, നമ്മളൊക്കെ ഈ കാല് ഉറച്ചു നിൽക്കുന്ന ഈ മണ്ണ്, കേരളം എന്ന് പറയുന്ന ഈ ഭൂമി നമുക്ക് വീണ്ടെടുത്ത് തന്നു വീണ്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നിരവധി ആരാധനാ സമ്പ്രദായങ്ങൾക്കൊക്കെ പിതാമഹനായിട്ട് വർത്തിക്കുന്ന സാക്ഷാൽ പരശുരാമസ്വാമിയുടെയും അവതാരം ഉണ്ടായ ഈ ദിവസമാണ് പറയുന്നത്. ഒരുപാട് വിശേഷങ്ങൾ വേറെയുണ്ട്. ഇപ്പം മഹാഭാരത കാലത്ത് ദ്രൗപദിക്ക് ഒരു അക്ഷയപാത്രം കൊടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭക്ഷണം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളത്. അത് കിട്ടുന്ന ദിവസവും ഈ ദിവസമാണ്. സാക്ഷാൽ വ്യാസൻ, ശരി, യഥാർത്ഥത്തിലുള്ള വ്യാസമഹർഷി, അദ്ദേഹം മഹാഗണപതിയുടെ സഹായത്തോടു കൂടി മഹാഭാരത രചന തുടങ്ങുന്നത് ഈ ഒരു ദിവസത്തിലാണ്. ഭഗീരഥന്റെ പ്രാർത്ഥന പ്രകാരം അദ്ദേഹത്തിന്റെ പിതൃക്കളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഗംഗാമാതാവ് മഹാദേവന്റെ ജടയിലേക്ക് അവതരിച്ച ദിവസം, അതായത് ഗംഗാ അവതരണം ഉണ്ടായ ദിവസം,
അക്ഷയ തൃതീയ ദിവസമാണ്. ഇങ്ങനെ നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള ദിവസമാണ് അക്ഷയ തൃതീയ. ഇതൊക്കെ വരുന്നത് അതിൽ തന്നെ ഈ അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനന്തകോടി ഫലം, അതിന്റെ പുണ്യം ഒരിക്കലും നശിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ അക്ഷയ തൃതീയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തീർന്നില്ല, ഈ മാസം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയം, അതായത് നരസിംഹ ജയന്തി വരുന്നത് ഈ ഒരു സമയത്താണ്. ആദിശങ്കര ജയന്തി ഇപ്പൊ കഴിഞ്ഞുപോയി. ഗുരു ശങ്കരാചാര്യ സ്വാമികളുടെ പിറന്നാള് അത് വരുന്ന ഈ സമയത്താണ്. ബുദ്ധ പൂർണിമ വരുന്ന ഈ സമയത്താണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ നക്ഷത്രം വിശാഖം, അത് വൈശാഖത്തിലാണ് വരുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള സമയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്തുടരുന്ന ധർമ്മത്തിലെ നിരവധിയായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളതും പുണ്യം ചേർന്നതുമായിട്ടുള്ള അവസരങ്ങൾ വരുന്നതുകൊണ്ട് ഈ ഒരു സമയത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കൂടുതൽ സമയം ഇപ്പോൾ ഈ സമയത്ത് ഒരു നാരായണനാമം ചൊല്ലിയാൽ അത് 1000 നാരായണനാമം ചൊല്ലുന്നതിന്റെ ഫലം നമുക്ക് കിട്ടും എന്നാണ് പറയുക. ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം നരസിംഹമൂർത്തിയെ പറ്റിയാണ്. നരസിംഹമൂർത്തിക്ക് ഹിരണ്യകശിപിനെ മോക്ഷം ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. യഥാർത്ഥത്തിൽ ഭഗവാൻ നരസിംഹാവതാരം എടുക്കുന്നത് പ്രഹ്ലാദനെ രക്ഷിക്കാനാണ് അറിയാം. ഒപ്പം തന്നെ ഈ ഹിരണ്യകശിപു എന്ന് പറയുന്ന അസുര രാജാവിന്റെ ഒരു ദുർഭരണത്തിൽ നിന്ന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ അവതാരോദ്ദേശം. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ വരങ്ങളാണോ ബ്രഹ്മാവ് കൊടുത്തിരുന്നത് അതൊക്കെ കൺക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ, അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നത്. ഇപ്പം മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത് എന്ന് പറയുന്നതുകൊണ്ടാണ് ഭഗവാൻ പകുതി മൃഗവും പകുതി മനുഷ്യനായിട്ട് വരുന്നത്. രാവിലെ കൊല്ലരുത്, വൈകിട്ട് രാത്രി കൊല്ലരുത് എന്ന് പറയുന്നതുകൊണ്ടാണ് ത്രിസന്ധ്യ സമയത്ത് കൊല്ലുന്നത്. അങ്ങനെ ഓരോന്നിനും ആ വരങ്ങൾ അതുകൊണ്ട് ഉമ്മർപ്പടിയിലും മടിയിൽ കിടത്തി കൊല്ലുന്നു. അങ്ങനെ വീടിനകത്തോ പുറത്തോ വെച്ച് കൊല്ലരുത് എന്ന് പറയുന്നതിനാണ് ഉമ്മർപ്പടി. ആകാശത്തോ ഭൂമിയിലോ വെച്ച് അവരെന്ന് പറയുന്നതാണ് മടിയിൽ വെച്ച് വധിക്കുന്നത്. അപ്പോൾ ഈ വരങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് ഭഗവാൻ വധിക്കുന്നത്. അതിനുശേഷം ഹിരണ്യകശിപുവിന്റെ ആ പ്രാണൻ മാത്രം ഭഗവാൻ സ്വീകരിക്കുകയും ഈ ശവശരീരം തട്ടി ദൂരേക്ക് ഭഗവാന്റെ അതിശക്തമായിട്ടുള്ള കോപം കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്നൊക്കെയാണ് പറയുക. അതിനുശേഷം ഒരു തരത്തിലുള്ള ഭഗവാന്റെ ഈ കോപം, ഭഗവാൻ എന്തിനാണോ അവതരിച്ചത് ആ അവതാരോദ്ദേശം പൂർത്തിയായിട്ട് പോലും ഭഗവാന്റെ കോപത്തെ നിയന്ത്രിക്കാൻ ഭഗവാന് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. എല്ലാ ആളുകളും ഭഗവാന്റെ ഈ കോപം കണ്ട് ഈ സാധാരണ രീതിയിൽ വളരെ പ്രസന്നനായി വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എപ്പോഴും തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് എല്ലാവരോടും വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷ്ണു രക്തം കുടിക്കുന്നു. ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ രക്തം കുടിക്കുന്നുണ്ട്, മാംസം ഭഗവാൻ കഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടൽമാലകളൊക്കെ എടുത്ത് ഭഗവാൻ ദേഹത്ത് കൂടെ അണിയുന്നുണ്ട്. അങ്ങനെ വളരെയധികം ഭീമാകാരമായിട്ടുള്ള രൂപമായിട്ടാണ്. ഇങ്ങനെ വിഷ്ണുവിനെ സങ്കല്പിക്കാൻ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ലോകം മുഴുവൻ തന്നെ ഭഗവാന്റെ കോപം കൊണ്ട് നശിച്ചു പോകുമോ എന്നുള്ള ഒരു പേടി ദേവകൾക്കും ബ്രഹ്മാദേവന്മാർക്കും ഉണ്ടായി എന്നാണ്. സമയത്ത് ഓരോരുത്തരായി, ആദ്യം ബ്രഹ്മാവ്, പിന്നീട് മഹാദേവൻ, പിന്നീട് ദേവകൾ, പിതൃക്കൾ, മനുക്കൾ എല്ലാവരും വന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭഗവാന്റെ ഈ കോപം ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തരായി സ്തുതിക്കുന്നു. പക്ഷെ എത്രയൊക്കെ സ്തുതിച്ചതിന് ശേഷവും ഭഗവാന്റെ കോപം മാറിയില്ല എന്നാണ്. ആ സമയത്താണ് സാക്ഷാൽ മഹാലക്ഷ്മിയെ തന്നെ, ഭാര്യ എന്ന സ്ഥാനം ഉള്ളത് കൊണ്ട് ഭാര്യയെ കണ്ട് ഭർത്താവിന്റെ ഈ കോപം കുറയ്ക്കാം എന്ന് കരുതി ബ്രഹ്മാവ് ലക്ഷ്മിയെ കൊണ്ടുവരുന്നു. പക്ഷെ ലക്ഷ്മിക്ക് പോലും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഭയം ഉണ്ടായി എന്നാണ്. അത്രയധികം ഈ ഭഗവാന്റെ അലർച്ച കേട്ട് ഭയന്ന് മാറി നിന്നു എന്നാ പറയുക. ഈ സമയത്താണ് ഒരാള് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ പരിസരത്ത് നടക്കുമ്പോഴും വളരെയധികം ഭക്തിയോടുകൂടി ഭഗവാനെ തൊഴുതുകൊണ്ട് നാരായണനാമം ജപിക്കുന്നത് കാണുന്നത് പ്രഹ്ലാദൻ. ആ സമയത്താണ് ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും ഉപദേശപ്രകാരം തീർച്ചയായിട്ടും നിനക്കേ ഇതിന് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ കൊണ്ട് ഭഗവാനെ സ്തുതിപ്പിക്കുകയും പ്രഹ്ലാദന്റെ സ്തുതി കേട്ട് പ്രസന്നമായിട്ടുള്ള ഭഗവാൻ പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വയ്ക്കുകയും പ്രഹ്ലാദനെ സ്നേഹിക്കുകയും ഭഗവാന്റെ കോപത്തിൽ നിന്ന് ഭഗവാൻ പതിയെ ഈ ശാന്തരൂപത്തിലേക്ക് വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭക്തൻ വിചാരിച്ചാൽ മാത്രമാണ്, യഥാർത്ഥ ഭക്തൻ വിചാരിച്ചാൽ മാത്രമാണ് ഭക്തിയോടൊപ്പം ഒരു സ്നേഹം. തീർച്ചയായിട്ടും ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് സ്നേഹം എന്നാണ് ഞാൻ എല്ലായിടത്തും പൊതുവിൽ പറയാറുള്ളത്. നമുക്ക് എപ്പോഴും ഈ ഭക്തി മാത്രം ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് പോരാ, കുറച്ചുകൂടെ അവരോടുള്ള ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവണം. ഭഗവാനോടുള്ള സ്നേഹമാണ് പ്രഹ്ലാദൻ കാണിച്ചത് സ്തുതിയിലൂടെ. അതിലൂടെയാണ് പ്രഹ്ലാദന് ഭഗവാനെ ശാന്തനാക്കാൻ സാധിച്ചത്. നോക്കൂ, ബ്രഹ്മാവിനോ അല്ലെങ്കിൽ മഹാദേവനോ സാക്ഷാൽ മഹാലക്ഷ്മിക്ക് പോലും സാധിക്കാത്ത ഒന്നാണ് ഒരു അസുരനായിട്ടുള്ള പ്രഹ്ലാദന് സാധിച്ചത്. അപ്പോൾ നമ്മുടെ ധർമ്മത്തിൽ ഈ ദേവന്മാര്, അസുരന്മാര് അങ്ങനെയുള്ള വേർതിരിവൊന്നും നമുക്കില്ല. ആരാണോ ഭഗവാനെ ഭക്തിയോടുകൂടി കാണുന്നത് അവരിൽ ഭഗവാൻ അത്യന്തം പ്രിയമുണ്ടാവും. അവരുടെ സ്തുതിയും അവരുടെ സ്നേഹവും ഭഗവാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തികച്ചും ചെറുപ്പകാലങ്ങളിൽ നമുക്ക് എപ്പോഴും ഒരു ആശ്ചര്യമുള്ള ഒരു കാര്യമായിരുന്നു അതല്ലേ? തീർച്ചയായിട്ടും. അപ്പോ പൃഥ്വിങ്കരി ദേവിയും
നരസിംഹമൂർത്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് വ്യാസൻജിയോടൊന്ന് ചോദിച്ചു നോക്കാം. പ്രത്യങ്കിരാദേവിയും അതുപോലെ നരസിംഹമൂർത്തിയും തമ്മിലുള്ള ബന്ധം ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും രൂപത്തിൽ നിന്ന് തന്നെ അത് ഏകദേശം നമുക്ക് മനസ്സിലാവും. രണ്ടുപേർക്കും സിംഹത്തിന്റെ മുഖത്തോട് കൂടിയിട്ടുള്ള വളരെ ക്രോധഭാവമാണ് രണ്ടുപേർക്കും ഉള്ളത്. അധർവണ ഭദ്രകാളി എന്നാണ് വിളിക്കുക പ്രത്യങ്കിര എന്ന് പറയുന്നത് ഭദ്രകാളി തന്നെയാണ്. ഭദ്രകാളിയുടെ ഏറ്റവും താമസികമായിട്ടുള്ള ഏറ്റവും ക്രോധത്തിലൂടെയുള്ള രൂപത്തെയാണ് പ്രത്യങ്കിര എന്ന് വിളിക്കുന്നത്. ആ പേര് വരാനുള്ള കാരണം നമുക്കറിയാം, നമ്മുടെ 4ാമത്തെ വേദം അഥർവം എന്ന് പറഞ്ഞൊരു വേദമുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് 3 വേദങ്ങളാണ് ഉണ്ടായിരുന്നത് പറയാം. ഋക്ക്, സാമം, യജുർ, ഈ 3 വേദങ്ങളാണ് ഉണ്ടായിരുന്നത്. അഥർവം ഒരു വേദമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അഥർവം കണ്ടെത്തിയിരുന്നില്ല. ആ സമയത്ത് അങ്കിരസ് എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ധ്യാന സമയത്ത് അദ്ദേഹത്തിന് ചില മന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയും അദ്ദേഹം അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അതൊരു നല്ല ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ അദ്ദേഹത്തിന് കിട്ടി എന്നാ പറയുക മന്ത്രങ്ങളൊക്കെ തന്നെ. അപ്പൊ അത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതൊരു വേദമാണ്, ഇതും ഒരു വേദമായിട്ട് പരിഗണിക്കപ്പെടേണ്ട അത്രയും അറിവുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാലത്ത് ഇതിന്റെ ഒരു സർട്ടിഫൈങ് അതോറിറ്റി ആയിരുന്ന, അത് ആ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്ന പ്രജാപതിയായിട്ടുള്ള ദക്ഷനെ അത് ഏൽപ്പിക്കുകയും ഇത് വേദമാണ് അംഗീകരിക്കുകയും വേണമെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിന്റെ മുഖത്തുനിന്ന് ഉണ്ടായ വേദങ്ങളായിട്ടുള്ള 3 എണ്ണമാണ് വേദങ്ങളായിട്ടുള്ളൂ, ഇതൊരിക്കലും ഒരു വേദമല്ല, ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിച്ച് അവിടുന്ന് പുറത്താക്കി എന്നാണ് പറയാം. അപ്പം അദ്ദേഹത്തിന് പിന്നെയും തോന്നി ഇത് വേദം തന്നെയാണ് എന്ന് കരുതി അദ്ദേഹം സാക്ഷാൽ ശ്രീപരമേശ്വരനെ ഇത് കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ഭഗവാൻ ഇത് നോക്കിയ മാത്രയിൽ തന്നെ ഇതും വേദം തന്നെ എന്ന് ഭഗവാൻ സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശിവൻ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഇനി ദക്ഷിണ പോലും ഒന്നും പറയാനില്ല. നമ്മൾ പൊതുവെ എപ്പോഴും പറയാറുണ്ട്, ഈ ഭഗവാന് ഈ സതിയെ ഭഗവാൻ വിവാഹം കഴിച്ചുകൊണ്ടാണ് ദക്ഷന് ഭഗവാനോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു വിരോധം ഉണ്ടായത് നമ്മൾ പറയുമല്ലോ. ഈ പല സമയത്തും ഭഗവാനെ ഈ ദക്ഷൻ ഒരുപാട് അപമാനിക്കുന്നു, ബഹുമാനക്കുറവ് കാണിക്കുന്നു എന്നൊക്കെ. അതിന്റെ മൂലകാരണമായിട്ട് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ദക്ഷന്റെ ഈ ഒരു ചോദ്യം ചെയ്യപ്പെടാതിരുന്ന അവസ്ഥയെ ഭഗവാൻ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് ദക്ഷൻ വേണ്ടെന്ന് പറഞ്ഞൊരു കാര്യം ഭഗവാന്റെ ഒരു റെക്കമെൻഡേഷൻ നടന്നു. അതുകൊണ്ടാണ് ദക്ഷനോട് ഭഗവാനൊരു പ്രയാസം ഇല്ലെങ്കിൽ പോലും ദക്ഷൻ ഭഗവാനെ വളരെയധികം വൈരാഗ്യത്തോടു കൂടി കാണുകയും പിന്നീട് സതിയുടെ വിവാഹമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ അങ്കിരസ് എന്ന് പറയുന്ന മഹർഷിയാണ് യഥാർത്ഥത്തിൽ ഈ അഥർവവേദത്തിന്റെ ദൃഷ്ടാവ്. അദ്ദേഹത്തിനാണ് ഈ അഥർവവേദം കിട്ടുന്നത്. ആ അഥർവവേദം കിട്ടിയ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളി ആയതുകൊണ്ടാണ് അതിനെ പ്രത്യങ്കിര എന്ന പേരുകൊണ്ട് വിളിക്കുന്നത്. ആ ഭഗവതിക്ക് സിംഹമുഖമാണ്, വളരെ ഘോര രൂപമാണ്, ഒരുപാട് ശത്രുനിഗ്രഹത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് പ്രത്യങ്കിര. അതിന്റെ ഉപാസന വളരെയധികം തീക്ഷ്ണമാണ്. അത് ഗുരുപദേശം ഇല്ലാതെ ആ ഭഗവതിയുടെ മൂലമന്ത്രം ചൊല്ലുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഭഗവതി വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ചൈതന്യമാണ്. അതിൽ കൂടുതൽ നമ്മൾ ഈ ഒരു പൊതുവേദിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. ഇനി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിനടുത്ത് ഇടത്ത് ഭാഗത്തായ ഒരു ഭഗവതി ക്ഷേത്രം, ഭഗവതി പ്രതിഷ്ഠയുണ്ട്. അപ്പം ആ ഒരു അമ്മയെ കുറിച്ചാണ് ചോദ്യം. ഗുരുവായൂരപ്പന്റെ ഇടത്ത് ഭാഗത്ത് അരികത്തായിട്ട് ഭഗവാന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആ ഭഗവതിയെ ഇടത്തരികത്ത് കാവിലമ്മ എന്ന പേരിലാണ് വിളിക്കുന്നത്. ആ ദേവി ഏത് സങ്കല്പത്തിലുള്ള ദേവതയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പല ആളുകളും ദൗർഭാഗ്യവശാൽ പല രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്നത് യശോദയാണ് എന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് അത് രാധയാണ് എന്ന രീതിയിൽ സങ്കല്പം പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവായൂരിലെ സമ്പ്രദായം അനുസരിച്ച് ആ ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവതി മഹാകാളി സങ്കല്പത്തിലുള്ള കാളി സങ്കല്പത്തിലുള്ള ദേവിയാണ്. അതുതന്നെ ഭഗവാന്റെ സഹോദരി സ്ഥാനത്തുള്ള ദേവതയാണ് ആ ദേവി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു അനിയത്തി അല്ലെങ്കിൽ ഭഗവാന്റെ കൂടപ്പറപ്പ് എന്നുള്ള ഒരു ചിന്തയിലാണ് അമ്മയെ അവിടെ ഇരുത്തിയിട്ടുള്ളത്. ആ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്രം വരുന്നതിന് മുമ്പേ ആ ക്ഷേത്രം അവിടെ ഉണ്ട് എന്നൊരു പ്രക്ഷിപ്തം പറയാറുണ്ട്. ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് ആ അമ്മയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതൊരു കാവ് സങ്കല്പത്തിലാണ് ആ ക്ഷേത്രം ഉള്ളത്. ഭഗവതി ഇരിക്കുന്നത് ഒരു മരത്തിന് ചുവട്ടിലാണ്. പണ്ട് അവിടെ പ്രത്യേകം ഒരു മതിൽക്കെട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഭഗവാന്റെ ഉപദേവതാ സ്ഥാനമല്ല യഥാർത്ഥത്തിൽ ആ ദേവിക്കുള്ളത്. ആ ദേവി യഥാർത്ഥത്തിൽ ഗുരുവായൂർ ഒരു സ്വതന്ത്ര ദേവതയാണ്. അമ്മയുടേതായിട്ടുള്ള ഐഡന്റിറ്റി അമ്മയ്ക്കുണ്ട്. ഒരിക്കലും ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലെ ഒരാൾ എന്നുള്ള ഒരു രീതിയല്ല. അമ്മ അവിടെ പ്രത്യേക സ്ഥാനം, ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഭഗവാൻ ഇന്നും അമ്മയെ നന്നായി നോക്കുന്നുണ്ട്. അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇപ്പം ഗുരുവായൂർ തന്നെ
പ്രധാനപ്പെട്ട 2 താലപ്പൊലി വിശേഷങ്ങളാണ് ആ അമ്മയ്ക്ക് വഴിപാടായിട്ടുള്ളത്. ഒന്ന് പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്ന ഒരു വഴിപാടും, 2 ദേവസ്വം വക താലപ്പൊലി. താലപ്പൊലിയാണ് അമ്മയ്ക്ക് പ്രധാനപ്പെട്ട വഴിപാട്. അതായത് കളംപാട്ട്, കളം വരച്ച് ദേവിയെ പാട്ടുപാടി എഴുന്നള്ളിച്ച് കളം വായിക്കുന്ന ആ രീതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മലബാറിലൊക്കെ ഒരുപാടുണ്ട്. അത് തന്നെയാണ് ഗുരുവായൂർ നടത്തുന്നത്. അതിൻ്റെ വലിയ ആഘോഷമായിട്ടാണ് താലപ്പൊലി ഘോഷമായിട്ട് നടത്തുന്നതുകൊണ്ട് അത് ഘോഷം പാട്ട് എന്നുള്ള രീതിയിൽ നടത്തുന്നു. അത് വർഷത്തിൽ 2 തവണയുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരുള്ള പ്രദേശവാസികൾ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം അവിടെ വരുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ആ ഭഗവതിക്ക് അവരുടെ ഒരു സമർപ്പണം എന്ന രീതിയിൽ നടത്തുന്ന വഴിപാടായതുകൊണ്ട് അതിനെ ദേശത്തുള്ള ആൾക്കാർ നടത്തുന്നതുകൊണ്ട് പിള്ളേര് താലപ്പൊലി എന്ന് വിളിക്കുന്നു. 2 ഗുരുവായൂരപ്പൻ നടത്തുന്നു ഭഗവതിക്ക് വേണ്ടി എന്നുള്ള സങ്കല്പത്തിൽ ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന താലപ്പൊലിയുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. പിന്നെ അവിടുത്തെ വഴിപാട് അഴൽ അറിയാമായിരിക്കും, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. അപ്പം അമ്മ എപ്പോഴും ഭഗവാന്റെ ഒരു രക്ഷാകർത്തൃ സ്ഥാനം, ഒരു സഹോദരി സ്ഥാനത്തിരിക്കുന്ന ദേവതയാണ്. അമ്മ മഹാകാളി സങ്കല്പത്തിലുള്ള ദേവതയാണ്. ഒരിക്കലും രാധയോ അല്ലെങ്കിൽ യശോദയോ ഒന്നുമല്ല എന്നിവിടെ പറയുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ 6 ദിവസം ആ ഭഗവതിയുടെ വാതിൽ മാടത്തിലാണ് നടക്കുന്നത്. അമ്മയുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുക എന്നാണ് സങ്കല്പം. അന്നേ ദിവസം മാത്രമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഭഗവതിക്ക് വെച്ച് നേദ്യം ഉള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും പായസം പോലത്തെ നേദ്യങ്ങളൊക്കെ അമ്മയ്ക്ക് ആ ദിവസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും വെച്ച് നേദ്യം അവിടെ ഇല്ല. അങ്ങനെയുള്ളൊരു ഭഗവതിയാണ്. വളരെയധികം തീക്ഷ്ണതയുള്ള അമ്മയാണ്. ഭഗവാന്റെ ഒരു സഹോദരി സ്ഥാനത്തുള്ള ദേവതയാണെന്നാണ് പറയുന്നത്. അവിടെ വെളിച്ചപ്പാട് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് അവിടെ സഹോദരി സ്ഥാനത്ത് നിന്ന് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ വ്യാസൻജി ഇപ്പൊ പറഞ്ഞതില് അവിടുത്തെ പ്രധാന വഴിപാടായ അഴൽ നിവേദ്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അത് കഴിപ്പിക്കാം, അത് കഴിപ്പിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അഴൽ നേദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അഴൽ നേദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലാതെ വേറെ എവിടെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ചിലപ്പോൾ തെറ്റാരിയെങ്കിൽ പോലും തിരുത്താം. എൻ്റെ അറിവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമായിട്ടുള്ളൊരു വഴിപാടാണ് അഴൽ എന്ന് പറയുന്നത്. അഴൽ കഴിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എടത്തിരികത്തുകാവ് ഭഗവതിക്കാണ് അഴൽ നിവേദ്യമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഭഗവതിക്ക് വെച്ച് നേദ്യം ഇല്ല. ഭഗവതിക്കുള്ള നേദ്യം എന്ന് പറയുന്നത് ഈ അഴലാണ്. അഴൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ അഴൽ എന്നുള്ളത് വിഷമം അല്ലെങ്കിൽ ദുഃഖം എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിട്ടാണ് അഴലകറ്റണേ എന്നാണ് നമ്മൾ പറയുക ഭഗവതിയോട്, അല്ലെ? അപ്പം ആ അഴലാണ്, ആ ദുഃഖമാണ് നമ്മൾ നേദിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നുള്ള അതിൻ്റെ ഉദ്ദേശം. അതിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വാഴയുടെ പോളയിൽ ഉണക്കല്ലരി, പച്ചരി, തേങ്ങയൊക്കെ വെച്ച് കിഴിയാക്കി കെട്ടി അഗ്നിയാക്കി തിരിയായിട്ട് കത്തിച്ച് ആ അഗ്നിയാണ് ഭഗവതിക്ക് നേദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ദേവതയ്ക്ക് തീയാണ് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ഈശ്വരനോട് പറയുന്നത് എന്നെ തീ തീറ്റിക്കരുതേ എന്നാണ്. നമ്മളെന്ന് ഭഗവാന്തിക്ക് നമ്മൾ തീയാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ദുഃഖങ്ങളാകുന്ന അഗ്നിയെ ആ ദേവി സ്വീകരിക്കുന്നു, അത് സ്വീകരിച്ച് അമ്മ ശമിപ്പിക്കുന്നതാണ്. അപ്പൊ അത്രയധികം അഗ്നിയായിട്ടുള്ള ദുഃഖങ്ങളെ പോലും ഭഗവതി സ്വീകരിക്കും. നമ്മൾ ഭക്തിയോടുകൂടി അമ്മയെ കാണുകയാണെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളാകുന്ന തീ പോലും കഴിച്ച് നമ്മുടെ ദുഃഖങ്ങൾ അമ്മ മാറ്റിത്തരുന്നതാണ്. അത്രയധികം വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് സാധാരണ രീതിയിൽ അഴൽ വഴിപാട് ചെയ്യാറുള്ളത്. എനിക്കൊന്ന് 30 രൂപ എങ്ങാണ്ടാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ്റെ നട അടച്ചതിന് ശേഷം മാത്രമാണ് അഴൽ വഴിപാട് നടത്തുന്നത്. ഭഗവതിയുടെ ആ പൂജ ഏറ്റവും അവസാനം ഓലവായന കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞ് ഭഗവാന്റെ നട അടച്ചതിന് ശേഷമേ ഇവിടെ അഴലിൻ്റെ പൂജ ഭഗവതിയുടെ അവിടെ തുടങ്ങുള്ളൂ. ഗുരുവായൂരപ്പൻ ഉറങ്ങിയതിന് ശേഷമാണ് ഭഗവതി ഉറങ്ങുന്നത് എന്നാണ് സങ്കല്പം. അതെ, ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു. ഇത്രയും ആ ഒരു ദേവിക്ക് ഈ അഴൽ നിവേദ്യത്തെ പറ്റിയൊന്നും നമുക്ക് ഇത്രയധികം ആധികാരികമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നന്ദി വ്യാസൻജി. അപ്പോൾ വൈശാഖ മാസത്തിലെ വ്രതം എങ്ങനെ എടുക്കണം, അതിന്റെ രീതി എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വൈശാഖ മാസത്തിലെ വ്രതരീതി എന്ന് നിഷ്ഠയോടുകൂടി ചെയ്യേണ്ടതെന്ന് മാത്രമായിട്ട് നമുക്ക് രീതിയില്ല. സാധാരണ എല്ലാ വ്രതങ്ങളും എങ്ങനെയാണ് എടുക്കാറുള്ളത് അതുപോലെ നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു, ദേഹശുദ്ധി ഉണ്ടാവണം, ഭക്ഷണത്തിലെ ശുദ്ധി ഉണ്ടാവണം. ഏത് വ്രതം എടുക്കുമ്പോഴും നമുക്ക് 3 തരത്തിലുള്ള ശുദ്ധിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് ശരീരത്തിൻ്റെ ശുദ്ധി, അതാണ് നമ്മൾ 2 നേരം കുളി നിർബന്ധമാക്കിയിട്ടുള്ളത്. 2 വാക്കിൻ്റെ ശുദ്ധി എന്ന് പറയും, നമുക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. 3 മനസ്സിൻ്റെ ശുദ്ധി, അതായത് നമ്മൾ അകത്തുള്ള വിചാരങ്ങൾ എപ്പോഴും നല്ലതായിരിക്കണം. ശരീരത്തിന് മാത്രം ശുദ്ധി ഉണ്ടായതുകൊണ്ട് ഒരു തരത്തിലുള്ള വ്രതം നമുക്ക് പൂർണ്ണമാക്കി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വ്രതങ്ങൾ ഉണ്ടാവണം. ഭക്ഷണ രീതി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സാത്വികമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യണം എന്നൊക്കെ ആചാര്യന്മാർ പറയുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, വലിയൊരു ടോപ്പിക്കാണ്. ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. വൈശാഖ മാസം ആചരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ്. അതിലൊന്ന് എന്ന് പറയുന്നത്
സ്നാനമാണ്. അതായത് ഈ സമയത്ത് സ്നാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഈ സമയത്ത് നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിലും, ഇപ്പം ഇവൻ നമ്മുടെ വീട്ടിലെ ടാങ്കിലെ വെള്ളമാണെങ്കിൽ പോലും, എല്ലാ ഭൂമിയിലുള്ള മുഴുവൻ ജലസ്രോതസ്സുകളിലും സപ്തനദികളുടെയും സാന്നിധ്യം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, എല്ലാ നദികളുടെയും പുണ്യനദികളുടെയും സാന്നിധ്യം ഈ സമയത്ത് നമ്മുടെ വീടുകളിലും ചുറ്റുമൊക്കെയുള്ള ജലാശയങ്ങളിലുണ്ട്. അപ്പം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇത് എഴുന്നേറ്റ് അവിടെ പോയി മുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് ആ നദികളിലൊക്കെ കുളിച്ച ഫലം നമുക്ക് കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് സ്നാനത്തിന് വലിയ പ്രാധാന്യമുള്ളത്. 2, ഈ സമയത്ത് കഥാകഥനങ്ങൾക്ക്, പുരാണ ശ്രവണത്തിനും നാമസങ്കീർത്തനത്തിനും വലിയ പ്രാധാന്യമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ സമയത്ത് നമ്മൾ ഒരു നാരായണനാമം ചൊല്ലുന്നതിന് 1000 തവണ നമ്മൾ ചൊല്ലിയതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നാമം ചൊല്ലുന്നത് വളരെ പ്രാധാന്യമാണ്. ഒപ്പം തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കും. ഇപ്പം ഭാഗവതം പോലുള്ള സപ്താഹങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയമാണ് ഈ ഒരു വൈശാഖം. അതാണ് രണ്ടാമത്തേത്. കഥ സംബന്ധിച്ച് ഏപ്രിൽ മെയ് എന്ന് പറയാം. ഏതാണ്ട് ആ സമയത്താണ് വരിക. നമ്മള് കലണ്ടറിൽ ചിങ്ങം, കന്നി, തുലാം, നോമ്പ്, വൈശാഖം എന്നൊരു പ്രത്യേക മാസം നമുക്ക് കാണാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഓർക്കാൻ എളുപ്പം ഏപ്രിൽ മെയ് മാസം. ഇപ്പൊ ഈ 2025 അത് ഏപ്രിൽ 28 തുടങ്ങി മെയ് 26 അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും ആ സമയത്ത് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, സ്നാനം, അതുപോലെ തന്നെ പുരാണ ശ്രവണം, ഒപ്പം തന്നെ നാമസങ്കീർത്തനത്തിന് വലിയ പ്രാധാന്യമുള്ളത്. ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ദാനം. ഈ സമയത്ത് ദാനം ചെയ്യുന്നതിന് വളരെ വിശേഷമായിട്ടാണ്. അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ദാനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഈവൻ ജലം ദാനം ചെയ്യുന്നത് പോലും ഈ സമയത്ത് വളരെ പരിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ജലം, സാധാരണ കുടിവെള്ളം ആളുകൾക്ക് കൊടുക്കുന്നത് പോലും ഈ സമയത്ത് വലിയ പ്രാധാന്യമാണ്. അപ്പോൾ വൈശാഖത്തിൽ സ്നാനം, പുരാണ ശ്രവണം, ദാനം, ഇത് 3 നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നാണ്. ബാക്കിയുള്ള വ്രതരീതികൾ എങ്ങനെയാണോ നമുക്ക് ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത്, ആ രീതിയിൽ നമ്മൾ സാധാരണ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ശീലിക്കാവുന്നതാണ്. അതിൽ തന്നെ മനസ്സിനും വാക്കിനും ശരീരത്തിനും ശുദ്ധി ഉണ്ടാവണം എന്നുള്ളത് കൂടെ പ്രത്യേകം ആലോചിക്കുക. വിഷ്ണു ഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം കൂടിയാണെന്ന് അറിഞ്ഞു. അപ്പം ഇന്നത്തെ പ്രഭാഷണത്തിൽ നമ്മളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരുപാട് ആധികാരികമായ ഉത്തരം പറഞ്ഞ് നമ്മളെ അറിവ് നൽകി, അറിവ് പകർന്നു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കാണാനാവട്ടെ, ഗുരുവായൂർ നമുക്കും പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു.